നമുക്കൊന്നും പ്രായത്തിനൊത്ത് പക്വതയില്ല. ആടാ, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. എടാ കുട്ടിത്വം അല്ലേടാ നല്ലത്, അല്ലാതെ കിളവത്തരം പിടിച്ച് കിടക്കാനാണ് നീയൊക്കെ പറയുന്നത്. ഞാൻ ഇപ്പോഴും വീട്ടിൽ വഴക്ക് പറഞ്ഞ കൊച്ചുപിള്ളേരെ പോലെ കറിയിക്കാറുണ്ട്. ഞാൻ കഥ കടച്ചിരുന്ന് എടാ നമ്മള് പിള്ളേരൊക്കെ ആകുമ്പോ ഇതൊക്കെ സർവ്വസാധാരണ. ഒന്ന് മാത്രം ഓർത്താ മതി, നമ്മൾ ഏജന്റ് റിവേഴ്സ് ഗിയർ. ഓടാ, മെച്യൂരിറ്റി ഇല്ലെന്നും പറഞ്ഞ അച്ഛൻ്റെ അടുത്ത് മിണ്ടിയിട്ട് കുറയാ. ആന്നോടാ? ആടാ, അച്ഛനെ കെട്ടിപ്പിടിച്ചത് കഴിഞ്ഞ ആഴ്ചയാ. അന്ന് കറണ്ട് ഇല്ലായിരുന്നു. ആ സമയത്ത് അച്ഛനെ കയറി കെട്ടിപ്പിടിച്ചു. അച്ഛൻ കരുതി ഞാൻ വീട്ടിലെ വേലക്കാരിയാണ്. അങ്ങനെയെങ്കിലും ഒരു കെട്ടിപ്പിടുത്തം കിട്ടിയല്ലോ, നല്ല കാര്യം. അപ്പൊ മെച്യൂരിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ എന്തിനാണ് രഞ്ജി പണിക്കരെ പോലെ എയർ പിടിച്ചു കിടക്കുന്നു? അതെങ്ങനെ? അതെ, അധികം എയർ പിടിക്കും, പിന്നെ എയറിന് പുറത്ത് വന്നു. നേരത്തെ ഞാൻ ഓർമ്മ കേട്ടായിരുന്നു. കല്യാണം കഴിച്ചാൽ മെച്യൂരിറ്റി ഇരുന്ന ആൾക്കാർ പറയാറുണ്ട്. അത് ഞാനും കേട്ടിട്ടുണ്ട്, അതൊക്കെ ഉള്ളത് തന്നെ. ആടാ, അതൊക്കെ നമ്മുടെ റഹീമാണ്. 32-ാം വയസ്സിലും ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടിയില്ലെങ്കിൽ പിണങ്ങിപ്പോന്ന ആളായിരുന്നു. ഒരു കല്യാണം വെച്ച് 2 പിള്ളേരായപ്പോഴത്തേക്ക് എന്താ ചാടാ, കംപ്ലീറ്റ് ഫാമിലി മാൻ. കഴിഞ്ഞ ആഴ്ച അയാൾ എന്നെ ജംഗ്ഷനെ വെച്ച് കണ്ടിട്ടൊന്നും മൈൻഡ് പോലും ചെയ്തില്ലടാ. ഓട്ടോറിക്ഷയുടെ ഇൻഡിക്കേറ്റർ പോലും കിട്ടി കാണത്തില്ല, ഇമാതിരി അവഗണന. അത് കൊള്ളാല്ലേ, ഇത് നമുക്ക് കല്യാണം കഴിച്ചാലേ? A few minutes later. ഓ മണ്ടൻ, അവന് നമ്മളെ പോലെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തൊന്നും വിളിച്ചിട്ടായിരുന്നു. ശരിയാ, നമ്മളെന്തൊക്കെയായാലും സേഫാ, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം.